ഇന്ദിരാഗാന്ധി എന്തിനായിരിക്കും സവർക്കറുടെ പേരിൽ ഒരു സ്റ്റാമ്പ് തയ്യാറാക്കിയിട്ടുണ്ടാവുക? ചരിത്ര സംഭവങ്ങളെ ഞാൻ നോക്കിക്കാണുന്നത് അതിന് മുൻപും ശേഷവും നടന്ന കാര്യങ്ങൾ കൂടി അനലൈസ് ചെയ്തിട്ടാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിൽ തന്നെ ധാരാളം കോൺസ്പിറസി തിയറികളുണ്ട്. അത് സ്കിപ്പ് ചെയ്താൽ പോലും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആവുന്നത് മറ്റ് മുതിർന്ന നേതാക്കളെല്ലാം വെട്ടിക്കൊണ്ടാണ്. മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ അധികാരത്തോളം ഭ്രമം എന്ന് പറയാം. ഗാന്ധിയുടെ വധത്തിലെ ഗൂഢാലോചന കണ്ടെത്താൻ വേണ്ടിയിട്ട് ശാസ്ത്രിയുടെ സമയത്ത് തന്നെ ഒരു പദക് കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കപൂർ കമ്മീഷനാണ് ഇത് ഏറ്റെടുത്തത്. പക്ഷേ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ സവർക്കർ മരണപ്പെടുകയാണ് ഉണ്ടായത്. അതൊരു തരം ആത്മഹത്യയാണെന്നുള്ളൊരു പക്ഷം എനിക്കുണ്ട്. സവർക്കർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുശോചന മെസ്സേജിലാണ് അദ്ദേഹം ധീരതയുടെയും ദേശഭക്തിയുടെയും പര്യായമായിട്ട് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത്. മരിച്ചവരെ കുറിച്ച് നല്ലത് പറയണമെന്നൊരു ആചാരം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അതിനുശേഷമാണ് 79-ൽ സവർക്കർക്ക് വേണ്ടിയിട്ട് ഇന്ദിരാ ഗവൺമെന്റ് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ഇന്ദിര പക്ഷെ അവിടെ കൊണ്ടും നിർത്തുന്നില്ല. സവർക്കർ മെമ്മോറിയൽ ട്രസ്റ്റിന് ഇന്ദിരാഗാന്ധിയുടെ ലെറ്റർ പാഡിൽ ഒരു കത്ത് പോകുന്നുണ്ട്. അതിൽ കൃത്യമായി സവർക്കറെ പ്രകീർത്തിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ആ ട്രസ്റ്റിന് 11,000 രൂപ സംഭാവനയും നൽകുന്നുണ്ട്. 11,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വിനിമയ മൂല്യം നോക്കുകയാണെങ്കിൽ 3-3.5 ലക്ഷം രൂപയോളം വരും. സവർക്കറുടെ 100ാം ജന്മദിനത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയാണ് അതുവഴി ഇന്ദിരാഗാന്ധി ഉറപ്പ് നൽകുന്നത്. 1983 സവർക്കറെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി വരുന്നുണ്ട്. സവർക്കറെ ഗ്ലോറിഫൈ ചെയ്ത് പിൽക്കാലത്ത് ധാരാളം സിനിമകൾക്ക് കാരണമായ, ഈ അടുത്ത് പോലും ഇന്റർനെറ്റിൽ അദ്ദേഹത്തിൻ്റെതായ റയർ വേഡി എന്ന് പ്രചരിച്ച വീഡിയോ എല്ലാം ഈ ഷോർട്ട് ഫിലിമിൽ നിന്നുള്ളതാണ്. സവർക്കറുടെ ജീവചരിത്രകാരനായ വിക്രം സമ്പത്ത് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇനീഷ്യേറ്റീവും എടുത്തത് ഇന്ദിരാഗാന്ധിയാണെന്നാണ്. ദൂരദർശൻ വഴി മാത്രമല്ല ഇത് സംപ്രേഷണം ചെയ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാരിന്റെ ഫിലിം ഡിവിഷൻ നിർമ്മിക്കുന്ന ഇത്തരം ഡോക്യുമെന്ററികൾ, ഷോർട്ട് ഫിലിമുകളൊക്കെ തിയേറ്ററുകൾ പ്രദർശിപ്പിക്കണമെന്നൊരു നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഉടനീളമുള്ള എല്ലാ തിയേറ്ററുകളിലും ഇത് പ്രദർശിച്ചിട്ടുണ്ട്. കപൂർ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായതിനു ശേഷവും എന്തിനായിരിക്കും ഇന്ദിരാഗാന്ധി ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നിട്ടുണ്ടാവുക? കോൺഗ്രസിൽ അധികാരത്തർക്കം രൂക്ഷമായൊരു സമയമായിരുന്നു അത്. കോൺഗ്രസ് പാർട്ടി ഇന്ദിരയെ പുറത്താക്കുകയും ഇന്ദിര സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. ആ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി. അടുത്ത ഇലക്ഷനിൽ കാര്യമായ മെച്ചൊന്നും ഉണ്ടായില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ RSSന്റെ വോട്ട് ഇന്ദിരാഗാന്ധിക്കോ ഇന്ദിരാഗാന്ധി സ്ഥാപിച്ച കോൺഗ്രസ് പാർട്ടിക്കോ സമാഹരിക്കായിരുന്നു അതിന്റെ ലക്ഷ്യം. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായിരുന്ന RSS നേതാവ് ബാലെ സാഹിബ് തുർക്കുമൻ ഗേറ്റിലെ വംശഹത്യയും ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് കത്ത് എഴുതുന്നുണ്ട്. ഈ കത്തുകൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് ഇന്നും ലഭ്യമാണ്. 1980 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നത് RSSന്റെ കൂടി സപ്പോർട്ട് കൊണ്ടാണ്. ഇന്ദിരാഗാന്ധിക്ക് മാത്രമല്ല, മകൻ രാജീവ് ഗാന്ധിക്കും RSSന്റെ വോട്ട് ലഭിക്കുന്നുണ്ട്. 84 ഇലക്ഷനിൽ BJP എന്നൊരു പാർട്ടി ഉണ്ടായിട്ട് പോലും RSS സപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്.